ഹായ്, ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മളെ ചെക്കൻ്റെ ഒരു ഗ്രൂം ട്യൂബി പരിപാടിക്കാണ്. ഇവിടെ മറ്റന്നാളെ കല്യാണമാണ് അവൻ്റെ 18-ാം തീയതി. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്, അതിൻ്റെ മുന്നോട്ടായിട്ടുള്ള പരിപാടിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അങ്ങോട്ട് വാ. നമ്മളിപ്പോ ഉള്ളത് ഇതിന്റെ ഇൻട്രോ കേട്ടോ. അപ്പൊ നമ്മളെ കസിന്റെ വെഡിങ് ആണ്. കസിന്റെ പുതിയ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? കഹാനുസനാണ്. എന്തോ അവിടെ വിളിച്ചുണ്ടോ? വേറെ സ്പെക്സൊന്നുമില്ല. വേറെ ചെക്കണ്ടോ ചോദിക്കുക? ഞാൻ എന്റെ ഒരു ഇത് നടത്തുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ നിക്കോ? ഇതാണ് നമ്മളെ ചെക്കൻ്റെ കാക്ക. ഹായ്. എന്നാ പരിപാടി? ഇന്ന് ചെറിയൊരു പരിപാടി പറഞ്ഞു. ഇവരെ ഇഷ്ടട്ടോ. ഇവരെവിടെയാണ്? ദുബായിലല്ലേ? ദുബായില്. വാടാ അങ്ങോട്ട് പോയി. എന്താ സംഭവം? സുഖാണ്. എവിടെ അകത്തുണ്ടോ? എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ ഇല്ലാത്ത ഇതിനെ പറ്റി പറയണ്ടല്ലോ. ഞാൻ ഉള്ളപ്പൊന്നും ഉള്ളപ്പോ എന്താ നല്ലതല്ലേ പറയാനുള്ളൂ. അപ്പൊ നമ്മളെങ്ങനെ ഒരു ബ്രൈറ്റ് ട്യൂബ് ഗ്രൂം ട്യൂബ് ഒന്നും ഇവരെ കാലത്തൊന്നും ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര അല്ലേ? 3 കുട്ടികളൊക്കെ ഉണ്ട്. 3 ആയില്ലേ? 2 കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ചാടൊന്നുമില്ല, ഹാർഡ് വർക്ക്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെങ്ങനെ ഒരു പരിപാടി ഇതുവരെ ആരും നടത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളത്. നമ്മുടെ പരിപാടിക്ക് ബ്രൈഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബ്രൈഡിനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ബ്രൈഡ് എവിടെ നിന്നാണ്? ബ്രൈഡ് പെണ്ണെവിടുന്നത്? എനിക്കറിയില്ല. എറണാകുളം കോതമംഗലം. കോതമംഗലം. ലോങ് ഡിസ്റ്റൻസ് എന്നൊക്കെയാണ് പഠിക്കാണ്. ഇതാരോ? അത് ബഷീർ. ബഷീർ. എൻ്റെ ഒരു പാട്ട് സബ്സ്ക്രൈബ്. പൂനില പുഞ്ചിരി തൂകി കെസും പാടി നടക്കുന്ന പാവാടക്കാരി റസിയ മറന്നോ? 2ാം ക്ലാസ് മറന്നില്ല അതുപോലെ റസിയാരാ? അതാ പാട്ടിലുള്ള വരിയാണ്. എന്നാ പേര് മാറ്റണോ? പേര് മാറ്റി പറയാം. ആള് കൊറേ ഉണ്ട് കേട്ടോ. അല്ല ചെമ്മീന്റെ പേര് അറിഞ്ഞാ പോരെ? ഏതാ മുതല്? പാവാടക്കാര് അന്ന് പാവാട ഇട്ടപ്പോ ചുരിദാറിട്ട ചെമിത്താത്ത നമ്മൾ കണ്ടിട്ടോ. ഉടായ്പരുത്തേക്ക് കേട്ടോ. ഹലോ ഗൈസ്. അല്ലേ? ഹലോ ഗൈസ്. ഇത് അങ്ങോട്ട് വരും, എല്ലാരും ഇങ്ങോട്ട് വരണോ? വലിയൊരാളെ കിട്ടില്ല കേട്ടോ. അതാ ഇതാരോ? ഇത് ചെയ്ത് മറ്റേ ഇതിലിടും. അയ്യേ, ചളി ചോട്ടിയ പോലെ. ചളി തന്നെയാണ്. ചളി തന്നെ അപ്പി ചോട്ടിയ പോലെ. ഒരു പ്രതിമ എത്തിയിട്ടുണ്ട്. ആർക്കും അറിയില്ല. നിങ്ങളുടെ ഇവരെ നമ്മളെ മൂത്ത ഇക്കാക്കമാര് നല്ല പ്രായമുണ്ട്. നല്ല പ്രായമുള്ള എനിക്ക് അത്ര വലിയ പ്രായമില്ല. എനിക്ക് 29 ചിങ്ങത്തില്. കഴിഞ്ഞ അത് ഇച്ചിരി മൂപ്പ. ഞാൻ ഇന്ത്യൻ ഇനി വരാൻ പോണ 4ാമത്തെ 5ാമത്തെ പാട്ടിലൊക്കെ പറ്റുള്ളൂ. അൽഫാമിൽ ഒരു 4 വെറൈറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ 4 വെറൈറ്റി അൽഫാം സ്പെഷ്യൽ മസ്റ്റാണ്. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവും. പിന്നെ മീന് നിർത്തി പൊരിച്ച എന്തോ ഒരു സാധനം വരുന്നുണ്ട്. അത് അവിടെ കണ്ണൻ സ്രാവ് ഫിലോപ്പി ഉള്ള ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനെ പിടിച്ചിടുക ലൈവായിട്ട്. ഫ്രഷ് ഫിഷ് ഉണ്ട്. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം ഞാൻ. ബാക്കി എക്സ്പെക്ടേഷന് വല്ല പ്രോത്സാഹന സമ്മാനം കിട്ടുമോ? നല്ലൊരു പിന്നെന്താ? അയ്യോ, ഐസ്ക്രീം സപ്ലൈ ചെയ്താർന്ന ഈ ഹെൽമെറ്റ് ഒക്കെ കൂടാതെ സപ്ലൈ ചെയ്ത് എന്റെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് മടിയായിട്ട്
ഒരുപാട് കാലം ആ ചെക്കൻ തന്നെ കമ്പനി ഭയങ്കര ഉയർച്ചയിലായിരുന്നു. അല്ലല്ല ഇപ്പൊ നല്ല ഉയർച്ചയല്ല, അന്ന് ഇത്തിരി തളച്ചുണ്ടായിരുന്നു. നൗഷാദ് ഗസല് ഞങ്ങളൊന്നും പിന്നെ ആരുമല്ല. അല്ല നിങ്ങൾ അപ്പുറത്തല്ലേ കാണുന്നില്ലല്ലോ. ആ കാരണത്താൽ avoid ചെയ്തു. അവോയ്ഡ് ചെയ്തില്ല. ഇവിടെ ഒരാള് വെള്ളി മെല്ലെ കെട്ടി അതാ ബ്രദർ ഇങ്ങോട്ട് വരി. ഇൻട്രോ ഇൻട്രോ ഇൻട്രോട്ടല്ലേ വരും. ഇത് മറ്റൊരു ബ്രദർ. എന്താ പറയാനുള്ളത്? ഇവരൊക്കെ നല്ല അഭിപ്രായം പറയുള്ളൂ. നല്ല ആൾക്കാർ നമ്മുടെ ഫാമിലിയിലെ നമ്മളെ ഫാമിലിയിൽ എല്ലാരും നല്ല നല്ല അതാണ് നമ്മുടെ ഫാമിലിയുടെ മെയിൻ. അതാണ് ഫാമിലി. പ്രത്യേകിച്ച് ആ ബാക്കിലുള്ളത് വളരെ നല്ലതാണ്, വളരെ വളരെ ശുദ്ധമാണ്, വിശ്വസിക്കാം. എല്ലാരും നല്ല. ഇനി എന്താ വേണ്ടി? ഇനി എന്താ നിങ്ങള് ഇവിടെ അടുത്തൊരു ഗ്രൂം ട്യൂബ് നിങ്ങൾ പ്രവേശിക്കുന്ന ആരതാണ്? നെജു, ഫിനു, അടുത്തത് നമ്മള് പ്രതീക്ഷിക്കുന്ന ആരതാ? പക്ഷേ അടുത്ത കാലത്തൊന്നും ഇല്ല, എന്നാലും പ്രതീക്ഷിക്കുന്നത് അടുത്തത് നമ്മളെ നെജുവിന്റെതാവും. നെജു അല്ലെങ്കിൽ ഫിനോ. എല്ലാവരും 5 കൊല്ലം ഗ്യാപ്പ് ഉണ്ട്. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് 5 ഒന്നും ഉണ്ടാവില്ല. അടുത്ത കാറ്റഗറി. എന്റേതായില്ല, എനിക്ക് വൈക്കോല് വണ്ടി കൊറേ ഉണ്ട്. ഈ കിബിലക്ക് മുന്നിരിക്കുന്ന പെണ്ണാണ് നൂബില, എന്റെ കസിനാണ്. എന്നെ പല കുറിയിലും പെടുത്തിയ ഒരു മുതല്. ഹായ് വരുമോ? പിന്നെ അപ്പുറത്തുള്ള ഒരു തള്ളി മോളാണ് കേട്ടോ. ആ പച്ചട്ടതാണ് ഒരു തള്ള, അപ്പുറത്തുള്ള പിള്ള. പിന്നെ ഇതിനെ ഞങ്ങൾക്ക് അറിയില്ലേ. ഹലോ ഹലോ ഹായ്, ഇത് ഷമ്മു. ഹായ്, ഇത് നെസി. ഈ വസിയുടെ അടുത്തിരിക്കുന്ന കണ്ടാലേ അറിയാം. പിന്നെ അവിടെ ഉള്ള ബി ടീമാണ്, അത് നമ്മള് അടുത്ത വ്ളോഗിൽ കാണിച്ചു തരുള്ളൂ. അത് റീനു, അത് മിന്നഹട്ടോ. ബാക്കിയുള്ള അതറിയാ, അത് ഞാൻ പരിചയം. നിമ്മിന്റെ അഞ്ചത്തില്ലേ, അതാണ് പമ്മി നിൽക്കുന്നത്. ബാക്കിയുള്ളതൊന്നും അറിയില്ല. അത് നമ്മളെ മൂത്തട്ടോ. അന്റെ അമ്മായിമനെ വിളി. കൈ കൊന്തല്ലേ, നാ കൊന്തോ. താങ്ക് യു. ഇവിടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്, നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മാവന്റെ മകൾ, ഈ പച്ച തട്ടമിട്ടത്. ഇവളിങ്ങനെയാണ് കണ്ടോ, എന്റെ അമ്മാവന്റെ പേരക്കുട്ടി. ഇവൾ എങ്ങനെയാണെന്ന് അവൾക്ക് പോലും അറിയില്ല. നമ്മുടെ ഇന്ന് മുഹറം 9 നോമ്പെടുത്തവരെ ഇരിക്കാക്ക. അവസാനം ഫായ് നമ്മളെ റോക്കി ബായി ആക്കി. ബണ്ണൊക്കെ ഉണ്ട്. ഇതാരാ അടുത്ത മുതൽ? ആരാണ് അടുത്ത മുതൽ? ഇതാണ് രണ്ടാമത്തെ ആള്. ഇവരാണ് രണ്ടാമൻ. ഇവരെ നമ്മളെ ഒരു പരിപാടിക്കും കിട്ടാറില്ല കേട്ടോ. കാരണം എന്താണ്? നമ്മളിവിടെ ഉള്ള സമയത്ത് നിങ്ങൾ പരിപാടി ഒന്നും വെക്കില്ല, അതാണ് കാരണം. Bye, we are giving you bye. അവസാനത്താട്ടോ. ഇനി അടുത്ത കല്യാണം ഉള്ളത് വേറെ ആളുടെ. ആരും പറഞ്ഞില്ലടോ, ആരും പ്രഡിക്റ്റ് ചെയ്തില്ല. നമ്മള് വെറുതെ ഒരു പരിപാടി. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു, ഇവിടെ നമ്മളെ കാരണന്മാരോട്. ഒരു കാരണമില്ല തന്നെ എവിടെയാ. പക്ഷെ ഈ പരിപാടിന്റെ ഒരു ഇൻട്രോ പറഞ്ഞൊരു മുതലുണ്ട്. ഇറ്റ് വിൽ ബി നീ നെട്ടു സർപ്രൈസ്. കേട്ടില്ല ഇൻട്രോ എവർ. നേരത്തിട്ടാണ് ഞാൻ തുടക്കണത്. ഇതാണോ ചെക്കന്റെ മമ്മി. ഡാഡിനെ വരാനും കൊണ്ടുവന്നില്ല. വൈ ഡാഡി എവിടെ? ചെക്കന്റെ ഡാഡി മാരേജ് വ്ളോഗിന് എക്സ്ക്ലൂസീവ് ആയിട്ട് വരും. കൊടുക്കടോ.
ഞാൻ കുഞ്ഞോക്കടിക്ക് ഞാൻ അങ്ങനെ തിരിച്ചടിക്ക് ഇതെന്നെ കളി ഫിദാദ പുതിയ മേടിച്ച ഐഫോണ് നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മളെല്ലാരും പോവാണ്. പരിപാടി കഴിഞ്ഞല്ലേ നമ്മളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അവിടെ കോപ്പി റൈറ്റിന്റെ സോങ് ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മളെ വെള്ളിക്കാക്ക് ഒരു ഉമ്മ എടുക്ക് അടി വാൻ തിരിച്ചാൽ ആ ഉമ്മ തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് പോവാം. നമുക്കില്ല കൊതിക്കുന്നു. നോക്കാം. വെള്ളിക്ക പോവാണ്. വീണ്ടും ഞങ്ങൾ വീണ്ടും ഏകദേശം നമ്മളെ പരിപാടികള് ഇവിടെ സമാപിച്ചു. മല്ലിന്റെ ഇറച്ചി